വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചന വർഷത്തിൻ്റെ വചന വിചിന്തന ഭാഗങ്ങളിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. നമ്മളുടെ സമാപന എപ്പിസോഡുകളിലേക്ക്, പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ തോറ, നെവീം എന്നീ പറയുന്ന പുസ്തകങ്ങളുടെ ഫൈനൽ എപ്പിസോഡുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 48, 49, 50 എപ്പിസോഡുകളാണ് ഇനി നമുക്കുള്ളത്. ഇതുവരെ നമ്മൾ പ്രവാചകനായ യെശയ്യായെയും ജെറമിയായെയും കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ജെറമിയ പ്രവാചകന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓർക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. കാരണം ജെറമിയ പ്രവാചകൻ വ്യതിരിക്തമായ രീതിയിൽ തൻ്റെ പ്രവചനത്തെ അവതരിപ്പിച്ച ഒരു പ്രവാചകനാണ്. വ്യത്യസ്തമായ ഒരു അവതരണ ശൈലി അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് നാശം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ആണ് പ്രവാചകനായ ജെറമിയ പ്രവാചകന്റെ പ്രവചനത്തിന്റെ കൂടുതൽ ഭാഗവും നമ്മൾക്ക് മനസ്സിലാക്കുന്നതെങ്കിൽ, പ്രത്യാശ നൽകുന്ന 3 അധ്യായങ്ങൾ, 30 മുതൽ 33 വരെയുള്ള അധ്യായങ്ങൾ, പ്രത്യാശ നൽകുന്ന 3 അധ്യായങ്ങൾ, അത് പ്രവാചകന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. ഈ പ്രവചനങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ജൂദാഗോത്രത്തിന്റെ ബാബിലോണിലേക്കുള്ള പ്രയാണത്തിന് കാരണമായിട്ട് ഉള്ള പ്രവചനങ്ങളാണ്. പ്രത്യേകിച്ച് ജൂദാഗോത്രം എങ്ങനെയാണ് ബാബിലോണിലേക്ക് നാട് കടത്തപ്പെടുന്നത്. സദക്യ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് നമ്മൾ ഈ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ കേട്ടു. അദ്ദേഹമായിരുന്നു ജൂദാഗോത്രത്തിന്റെ അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് പിന്നീടാണ് അതോടുകൂടി സദക്യയോടുകൂടി രാജാക്കന്മാരുടെ നീണ്ട നിര, ജൂദ ഗോത്രത്തിലെ രാജാക്കന്മാരുടെ നീണ്ട നിര അവസാനിക്കുകയാണ്. പിന്നീട് കടന്നു വരുന്ന എക്സൈൽ അല്ലെങ്കിൽ വിപ്രവാസ കാലം എന്ന് പറയുന്നതാണ് മെസ്സിയാനിക് ഹോപ്പിന് വേണ്ടിയിട്ട് മിശിഹായെ വരവേൽക്കാനുള്ള പ്രതീക്ഷയോടുകൂടിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ബാബിലോണിയൻ പ്രവാസ കാലഘട്ടമാണ്. അവിടെയാണ് ആളുകൾ പുതിയൊരു രാജാവിന്, ജൂദാഗോത്രത്തിൽപ്പെട്ട രാജാവിന് ലഭ്യമാകണം എന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ആയിരുന്ന സമയം. അതുകൊണ്ട് തന്നെ ഈ പ്രവാസ കാലഘട്ടം മിശിഹ എന്ന് പറയുന്ന വ്യക്തിയെ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പഴയ നിയമത്തിലെ പ്രവചനങ്ങളും പഴയ നിയമത്തിലെ തോറായുമൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പല സങ്കീർത്തനങ്ങളും, ഇസ്രായേൽ ഉപയോഗിച്ചിരുന്ന സങ്കീർത്തനങ്ങളും വാക്കിലൂടെ അല്ലെങ്കിൽ ഓറൽ ട്രഡീഷനിലൂടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല സങ്കീർത്തനങ്ങൾക്കും രൂപം കൊടുത്തതും അതുപോലെ തന്നെ അതിൻ്റെ രചന നിർവഹിക്കുന്നതുമായ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഈ ബാബിലോൺ പ്രവാസ കാലഘട്ടം. ഇതായിരുന്നു ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമെങ്കിൽ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എസക്കിയേൽ പ്രവാചകനെ കുറിച്ചാണ്. ജെറമിയ പ്രവാചകനും എസക്കിയേൽ പ്രവാചകനും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ആദ്യമേ തന്നെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രവാചകനായ ജെറമിയയുടെ പുസ്തകത്തിൽ ധാരാളം ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ജെറമിയയുടെ പുസ്തകം 34-ാമത്തെ അധ്യായം മുതൽ 42-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ചരിത്രമായിട്ട് ഒത്തിരി ഇടചേർന്ന് പോകുന്ന ഭാഗങ്ങളാണ്. എന്നാൽ എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ചരിത്രം എന്നതിലുപരിയായി ദൈവശാസ്ത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഇതാണ് ഈ 2 പ്രവചനങ്ങളുടെയും പ്രത്യേകത, വ്യത്യാസമായിട്ട് മനസ്സിലാക്കുക. ജെറമിയ പ്രവാചകൻ ചരിത്രം അവതരിപ്പിക്കുന്നതിലൂടെ ദൈവശാസ്ത്രത്തെ അവതരിപ്പിക്കുന്നെങ്കിൽ, ഇവിടെ എസക്കിയേൽ പ്രവാചകൻ ദൈവശാസ്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ്
തൻ്റെ പ്രവചനങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് എപ്രകാരമാണ്, എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഈ സ്റ്റഡി നമ്മൾ ഉപകരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. എസക്കിയേൽ എന്ന വാക്കിന്റെ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. നമ്മൾ കണ്ടു, യെശയ്യാ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷകനാകുന്നു. യെറമിയാഹു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ഉയർത്തപ്പെട്ടവനാകുന്നു. 3 എസക്കിയേൽ, ഹദ്സാക്ക്, യഹസക്കിയേൽ എന്നാണ് സാധാരണയായിട്ട് നല്ല മലയാള ഭാഷയെ പറയുന്നത്. യഹോവ അത്രമാത്രം ശക്തനാണ് എന്ന് കാണിക്കുന്നതാണ് ഹദ്സാക്ക് എന്നുള്ള വാക്കിലൂടെ അർത്ഥമാക്കുക. ദൈവം ശക്തിയുള്ളവനാണ്. ഈ ശക്തിയെക്കുറിച്ചാണ് യഥാർത്ഥത്തില് ഈ എസക്കിയേലിന്റെ പുസ്തകം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എസക്കിയേലിന്റെ പുസ്തകത്തെ മനസ്സിലാക്കുമ്പോൾ അതിന്റെ രചനാ കാലഘട്ടം അല്ലെങ്കിൽ അത് ഏത് ചരിത്ര പശ്ചാത്തലത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതിന്റെ ചരിത്ര പശ്ചാത്തലം മറ്റൊന്നുമല്ല, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്ന അതേ ചരിത്ര പശ്ചാത്തലം തന്നെയാണ്. ഇത് ബാബിലോൺ നദിയുടെ തീരത്ത് ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. കേദാർ നദിയുടെ തീരമാണ് എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ ആധാരമായിട്ട് നിൽക്കുക. കാരണം 2 തവണ കേദാർ നദിയെക്കുറിച്ച് പറയുന്നുണ്ട്. ബാബിലോണിലെ ഒരു നദിയാണ് കേദാർ നദി. 2 തവണ എസക്കിയേൽ പുസ്തകത്തിൽ പറയുന്നു. ഒന്നാമത്തെ ഭാഗം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ തന്നെ ഞാൻ കേബാർ നദിയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ രണ്ടാമതായിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് 43-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലാണ്. കേബാർ നദിയുടെ തീരത്ത് ഉണ്ടായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ദൈവാനുഭവം വീണ്ടും ഒന്നുകൂടി അനുഭവപ്പെടുന്ന ഒരു രംഗമാണ് 43-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഈ കേബാർ നദി എന്ന് പറയുന്ന ബാബിലോണിലെ നദിയായ കേബാർ നദിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെ ബാബിലോണിൽ വെച്ച് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമായി ഈ എസക്കിയേലിന്റെ പുസ്തകത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്നാൽ ഏത് സമയത്തായിരിക്കാം ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉറപ്പായിട്ടും ബാബിലോൺ പ്രവാസത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലായിരിക്കാം. കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒരു പുരോഹിതനായിട്ടാണ്. എസക്കിയേൽ ഒരു പുരോഹിതനായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുക. കാരണം ഇസ്രായേൽ ജനത്തിന്റെ അല്ലെങ്കിൽ ജൂദാദേശത്ത് നിന്ന് ബാബിലോൺകാർ കൊണ്ടുപോകുന്നത് പുരോഹിതരെയും രാജാക്കന്മാരെയും കോർട്ട് ഒഫീഷ്യൽസിനെയും നോബിൾ ഫാമിലിയിൽപ്പെട്ട ആളുകളെ മാത്രമാണ്. അവിടെ ഉണ്ടായിരുന്ന കൃഷിക്കാരെ ബാബിലോൺകാര് അവിടെ തന്നെ വിട്ടയച്ചു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണ്ണിന്റെ മണം അറിയാവുന്നത് ഈ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ വിട്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പുരോഹിതന്റെ റോളിലാണ് യഥാർത്ഥത്തിൽ എസക്കിയേൽ പ്രവാചകൻ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു പുരോഹിതൻ എങ്ങനെയാണ്, പുരോഹിതന്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് പുരോഹിതൻ നാടുകടത്തപ്പെട്ടത്? പുരോഹിതനും ഇതുപോലെ തന്നെ വേദനകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ജെറമ്യാ പ്രവാചകനെ പുരോഹിതന്റെ ഗണത്തിൽപ്പെട്ടവനാണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം അനത്തോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഹിൽക്കിയയുടെ പുത്രനായ ജെറമ്യായെ കുറിച്ച് പറയുമ്പോൾ ഹിൽക്കിയ പുരോഹിത ശുശ്രൂഷ ചെയ്തു വന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ 2 പ്രവാചകന്മാരും പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവാചകന്മാരിൽ ആരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പുരോഹിതന്റെ വേദനയും ഒരു പുരോഹിതന്റെ തീഷ്ണതയും ഒരു പുരോഹിതന്റെ വിശുദ്ധീകരണവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വചനഭാഗമായിട്ട് എസക്കിയേലിന്റെ പുസ്തകത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി, ഈ പ്രവചനം നടക്കുന്നത് 1-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇത് കേബാർ നദിയുടെ തീരത്ത് വെച്ചാണ്. ബാബിലോണിൽ വെച്ച് ദൈവദർശനം ഉണ്ടാവുകയാണ് പ്രവാചകനായ എസക്കിയേൽ. ആ ദൈവദർശനത്തിന്റെ രീതിയും ഭാവവും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അതിനു മുൻപായി ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ വിഷൻസ് എന്ന് പറയുന്നത്, ദർശനങ്ങൾ.
ഈ ദർശനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തെ ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ. നമുക്കറിയാം, പുസ്തകത്തിലൂടെ വായിക്കുമ്പോൾ 1-ാം അധ്യായം മുതൽ 7-ാം അധ്യായം വരെ ദർശനങ്ങളുടെ ഒരു ശൃംഖല നമുക്ക് കാണാൻ സാധിക്കും. 8-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ അടുത്ത ഒരു പടി ദർശനങ്ങളെ കുറിച്ച് കാണാൻ സാധിക്കും. അതിനുശേഷം 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളെ 3-ാമത്തെ ദർശനങ്ങളുടെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ എസെക്കിയേലിന്റെ പുസ്തകത്തെ നമ്മൾ വായിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും. ഇന്ന് നമ്മൾ കാണുന്ന 1-ാമത്തെ ദർശനം ഇതാണ്. എസെക്കിയേലിന് ബാബിലോൺ നദീതീരത്ത് വെച്ച്, കേബാർ നദീതീരത്ത് വെച്ച് ഒരു ദർശനം ഉണ്ടാവുകയും ദൈവത്തിന്റെ സ്വരം അദ്ദേഹം കേൾക്കുകയും ചെയ്യുന്നു. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളെ പ്രധാനമായിട്ടും എസെക്കിയേലിന്റെ വൊക്കേഷനെ കുറിച്ച്, ദൈവവിളിയെ കുറിച്ച് പറയുന്ന വചനഭാഗങ്ങളാണ്. എങ്ങനെയാണ് പ്രവാചകനായ എസെക്കിയേൽ, പുരോഹിതനായ എസെക്കിയേലിന് ഒരു ദൈവവിളി കിട്ടുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദർശനം കിട്ടുന്നത്? പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകുന്ന കാര്യം ഇതാണ്: ദൈവം എങ്ങനെ ബാബിലോണിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നു? ബാബിലോൺ എന്ന് പറയുന്ന ദേശത്ത് ദൈവത്തിന് പ്രവേശിക്കാൻ പറ്റുമോ? ദൈവം എങ്ങനെയാണ് ബാബിലോണിൽ വന്ന് ഈ മനുഷ്യന് പ്രത്യക്ഷപ്പെടുന്നത്? കാരണം ദൈവദർശനം ഉണ്ടാകുന്നത് അത് ജെറൂസലേമിലാണ്, അല്ലെങ്കിൽ വാഗ്ദാന നാട്ടിലാണ്. നിയമാവർത്തന പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലും പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലും ദൈവമായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നുണ്ട്. ആ സ്ഥലത്താണ് ദൈവാരാധന നടത്തുക. ആ ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തില് ഒരു ദർശനം കിട്ടേണ്ടത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബാബിലോൺ എന്ന് പറയുന്ന ബാബിലോണിലെ കേദാർ നദീതീരത്ത് വെച്ച് ഒരു ദർശനം ലഭ്യമാകുന്നതിലൂടെ ഈ ബാബിലോൺ എന്ന് പറയുന്ന ദേശത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തുന്ന പ്രവാചകനെയാണ് കാണുന്നത്. അതുമാത്രമല്ല, ആ ബാബിലോണിന്റെ ചിത്രീകരണം വളരെ രസകരമായിട്ടാണ് 1-ാമത്തെ അധ്യായത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ബാബിലോണിൽ ഉണ്ടായിരുന്ന മിത്തോളജിക്കൽ ഫിഗേഴ്സ് മുഴുവനും അതിൻ്റെ അകത്തുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ആ കൊമ്പുള്ള മൃഗങ്ങളെയും, അല്ലെങ്കിൽ വിരിഞ്ഞു നിൽക്കുന്ന സറാഫുകളെയും ഒക്കെ, ചിറകുകൾ വിരിച്ചു നിൽക്കുന്ന സറാഫുകളും ഒക്കെ ബാബിലോണിന്റെ പ്രതീകങ്ങളായിട്ടാണ് നിൽക്കുന്നത്. ബാബിലോണിൽ കടന്നു വന്നിരിക്കുന്ന മിത്തോളജിയുടെ നടുവിൽ മനുഷ്യപുത്ര നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്വരം അദ്ദേഹത്തിന് ലഭ്യമാവുകയാണ്. അപ്പൊ നോക്കണം, ബാബിലോൺ മിത്തോളജിയിൽ കാണുന്ന ദൈവദർശനങ്ങളുടെ മധ്യത്തിൽ, ബാബിലോൺ മിത്തോളജിയിലെ ദൈവദർശനങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന പ്രവാചകനെയാണ് എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. ഒന്നുകൂടെ കേൾക്കുന്നത് നല്ലതായിരിക്കും. ബാബിലോൺ മിത്തോളജിയുടെ നടുവിൽ ബാബിലോണിലെ അന്യദേവന്മാരെ ആരാധിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ട്രഡീഷൻസും കസ്റ്റംസും ഒക്കെ, അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കുകയും ആ സ്വരത്തിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രവാചകനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ശൂന്യമായ ദേശത്തെക്കുറിച്ചും, ആ ഭൂമി ശൂന്യമായിരുന്നു, ആഴത്തിനു മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു, ആ അന്ധകാരം നിറഞ്ഞ സ്ഥലത്ത് ദൈവത്തിന്റെ ചൈതന്യം കടന്നു വന്നു. ആ ചൈതന്യമാണ് പിന്നീടുള്ള പുസ്തകങ്ങളിൽ കൊടുത്തിട്ടുള്ള വിവരണങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. പ്രകാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, പ്രകാശമുണ്ടായി. ഈ ഒരു രീതിയിലാണ് ഈ പുസ്തകം രൂപപ്പെടുത്തിയിരിക്കുക. ഈ അധ്യായത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 8ഉം 9ഉം എസെക്കിയേലിന്റെ പുസ്തകം 8ഉം 9ഉം അധ്യായങ്ങൾ മനസ്സിലാക്കാതെ നമുക്ക് തരമില്ല. കാരണം 8ാമത്തെ അധ്യായത്തിൽ അത് വളരെ സംക്ഷിപ്തമായിട്ട് പറയാം, പിന്നീട് നമ്മളത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്ക് പോകുന്നുണ്ട്. 8ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ കാണുന്ന ദർശനങ്ങൾ ഇസ്രായേലിന്റെ കൊടും പാതകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഏകദൈവത്തിൽ നിന്ന് മാറി ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന ഇസ്രായേലിന്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്.
ഇതെല്ലാം കണ്ടിട്ട് ദൈവം തന്നെ ദേവാലയം വിട്ട് ഇറങ്ങുന്ന രംഗമാണ് 9:3, 10:3, 11:23 എന്നീ അധ്യായങ്ങളിലും വാക്യങ്ങളിലും കാണുക. ദൈവം തന്നെ ദേവാലയം വിട്ട് ഇറങ്ങിപ്പോകുന്നു. ഈ ജനത്തിന്റെ ക്രൂരതയും ഈ ജനത്തിന്റെ അസഹിഷ്ണുതയും ഈ ജനത്തിന്റെ അഹന്തയും ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന ജീവിതാവസ്ഥയും കണ്ട് ദൈവം പോലും ജെറുസലേമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന രംഗത്തെയാണ് സൂചിപ്പിക്കുക. എങ്ങോട്ടേക്കാണ് പോകുന്നത്? വീണ്ടും പറയുന്നത്, ജനം പോയ ദിക്കിലേക്കാണ് പോകുന്നത്. ബാബിലോണിലേക്ക് പോകുന്നു. ജനം പോയ ദിക്കിലേക്ക് പോകുന്നു. ആ ജനത്തിന്റെ കൂടെ അനുയാത്ര ചെയ്യുന്ന ദൈവത്തെയാണ് എസെക്കിയേലിന്റെ പുസ്തകത്തിന്റെ 8, 9, 10, 11 അധ്യായങ്ങളിൽ നമ്മൾ കാണുക. ആ ദൈവമാണ് യഥാർത്ഥത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഈ ബാബിലോൺ മിത്തോളജിയുടെ നടുവിൽ നിന്നുകൊണ്ട് പ്രവാചകനോട് സംസാരിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഈ 1-ാമത്തെ അധ്യായം വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. ബാബിലോൺ മിത്തോളജി കാണുന്ന മൃഗങ്ങളുടെയും രൂപങ്ങളുടെയും ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് പ്രവാചകനായ എസെക്കിയേലിന് ദർശനമുണ്ടാവുകയും ആ ദർശനത്തിലൂടെ അദ്ദേഹം തന്റെ ദൈവവിളിയെ രൂപീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതേ ആശയങ്ങൾ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിലും നമ്മൾ കാണുന്നത്. കാരണം ദൈവം യാത്ര ചെയ്യുന്നു. ദൈവത്തിന്റെ ചൈതന്യം ജലത്തിന് മീതെ ചരിച്ചിരുന്നു. ദൈവം യാത്ര ചെയ്തിരുന്നു ആ ഫോംലെസ് ആൻഡ് വോയിഡ് ആയിട്ടുള്ള ദേശത്തേക്ക്. അവിടെ യാത്ര ചെയ്യുന്നു, അവിടെ വെച്ച് രൂപീകരിക്കുന്നു. രൂപീകരണം കഴിഞ്ഞ് ജനത്തെ തിരിച്ചു കൊണ്ടുവരും. ഈ ഒരു ചിന്തയാണ് എസെക്കിയേലിന്റെ പുസ്തകം നമുക്ക് നൽകുക. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകൻ, എസെക്കിയേൽ പ്രവാചകൻ, ദൈവത്തിന്റെ പ്രത്യേകിച്ച് യൂദാദേശത്തിന്റെ വിപ്രവാസ കാലത്തെ കുറിച്ച് പറയുമ്പോൾ ചരിത്രങ്ങളൊന്നും പറയുന്നില്ല, ആരെയും പഴിചാരുന്നില്ല. മറിച്ച് ഈ വിപ്രവാസകാലം ഇസ്രായേൽ ജനത്തിന്റെ അനുഗ്രഹത്തിന്റെ കാലഘട്ടമാണ്. അത് ദൈവമാണ് ഈ വിപ്രവാസത്തിലേക്ക് ജനത്തെ നയിച്ചത്. ദൈവം തന്നെ കൊണ്ടുപോവുകയാണ്. കൂടെ വസിച്ച് ദൈവം അവരെ രൂപീകരിച്ച് പുറത്തേക്ക് വാഗ്ദാന ദേശത്തേക്ക് തിരികെ കൊണ്ടുവരുന്ന ദൈവമാണ് എന്നുള്ള ഒരു ചിന്തയാണ് എസെക്കിയേൽ പ്രവാചകൻ നമുക്ക് നൽകുക. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് വളരെയധികം അർത്ഥതലങ്ങളുണ്ട് എന്ന് പറയാനുള്ള കാരണം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്താണ് പ്രവാചകന് കിട്ടുന്ന ഒരു ദർശനത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട വിചിന്തനം? ആരോടാണ് ഈ പ്രവാചകൻ സംസാരിക്കേണ്ടത്? പ്രവാചകൻ സംസാരിക്കേണ്ടത് അത് റിബല്യസ് പീപ്പിളിനോടാണ്. അത് ദുഷ്ടത നിറഞ്ഞു നിൽക്കുന്ന ജനത്തോടാണ്, ദുഷ്ടരായിട്ടുള്ള ജനത്തോടാണ്. നിഷേധികളുടെ 2-ാം അധ്യായം 3-ാം വാക്യം, അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, എഴുന്നേൽക്കുക, ഇസ്രായേൽ ജനത്തിന്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു. എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക്. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരായിരുന്നു. അവർ മർക്കട മുഷ്ടികളും കഠിന ഹൃദയരുമായിരുന്നു. ഈ ജനത്തിന്റെ അടുത്തേക്കാണ് പ്രവാചകൻ തന്റെ വചനമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് പ്രവാചകൻ ആരാണ്? പ്രവാചകനെ കുറിച്ച് 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നു. പ്രവാചകൻ ആരാണ് എന്നതിനെ കുറിച്ച് 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്നു. എന്താണ് പ്രവാചകൻ? പ്രവാചകൻ ഒരു വാച്ച്മാനായിട്ട് നിൽക്കുകയാണ്, ഒരു കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ്. ഗോപുരത്തിന്റെ കാവൽക്കാരൻ എന്നതുപോലെ ജനത്തിന്റെ കാവൽക്കാരനായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു തരുന്നത് ഇവൻ ആവർത്തിക്കണം, ജനത്തോട് ആവർത്തിക്കണം. ദൈവം പറഞ്ഞു തരുന്നത് ജനത്തോട് ആവർത്തിച്ചു കഴിഞ്ഞിട്ടും ജനം കേൾക്കാതെ വന്നാൽ ഈ ജനത്തിനായിരിക്കും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ആ ജനത്തെയാണ് ദൈവം ശിക്ഷിക്കുന്നത്. എന്നാൽ ദൈവം പറഞ്ഞിട്ടും അത് പറഞ്ഞിട്ടും ഈ പ്രവാചകൻ അത് കേട്ടിട്ടും അത് ജനത്തോട് സംവദിക്കാതെ അത് സ്വയം വെച്ചിട്ട് ജനത്തിന് ദ്രോഹം വരികയാണെങ്കിൽ പ്രവാചകനായിരിക്കും കുറ്റക്കാരൻ.
അതാണ് ഒരു വാച്ച് ടവറിന്റെ പ്രത്യേകതയായിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ വാച്ച് ടവറിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രവാചകന്റെ റോളിനെ കുറിച്ച് പ്രധാനമായിട്ടും ഇവിടെ പ്രതിപാദിക്കുക. എസെക്കിയേലിന്റെ പ്രധാനപ്പെട്ട ദൗത്യം ആരോടാണ് സംസാരിക്കേണ്ടത്? ധിക്കാരികളായിട്ടുള്ള മർക്കടമുഷ്ടികളായിട്ടുള്ള ജനത്തോട് സംസാരിക്കണം. ആ സംസാരിക്കുമ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുന്നതെല്ലാം തന്നെ അവൻ കൃത്യമായിട്ട് സംവദിക്കാൻ തയ്യാറായിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതിനുവേണ്ടി പ്രവാചകനെ ഒരുക്കുന്ന രംഗമാണ് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 3-ാമത്തെ അധ്യായത്തിൽ ഒരു ദർശനം പോലെ, ഇതെല്ലാം ആ ദർശനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ്. ദൈവം സംസാരിക്കുകയാണ്. ബാബിലോൺ മിത്തോളജിയുടെ നടുവിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നുകൊണ്ട് മനുഷ്യപുത്ര എന്ന് വിളിച്ചുകൊണ്ട് ഈ എസെക്കിയേൽ പ്രവാചകനോട് ദൈവം സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ദർശനത്തിലൂടെ, ഒരു ആക്ഷനിലൂടെ അവതരിപ്പിക്കുകയാണ് 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ. എന്താണ് ആക്ഷൻ? നമുക്കൊക്കെ അറിയാം. മനുഷ്യപുത്ര, നീ ചുരുളെടുത്ത് ഭക്ഷിക്കുക. ചുരുളെടുത്ത് നീ ഭക്ഷിക്കുക. മനുഷ്യപുത്ര, ചുരുളെടുത്ത് ഭക്ഷിക്കുക. അവൻ ചുരുളെടുത്ത് ഭക്ഷിച്ചു. അത് മധുരമുള്ളതായിട്ട് അനുഭവപ്പെട്ടു. ആ മാധുര്യം ആണ് യഥാർത്ഥത്തിൽ അവൻ പ്രസംഗിക്കേണ്ടത്. എന്തിനാണ് ചുരുളെടുത്ത് ഭക്ഷിക്കേണ്ടത്? ചുരുളെന്ന് പറയുന്നത് അത് ദൈവവചനം തന്നെയാണ്. ആ ദൈവവചനത്തെ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവവചനത്തെ ഇന്റീരിയറൈസ് ചെയ്യുക, അതായത് ഉൾക്കൊള്ളുക. ആ ഉൾക്കൊള്ളുന്ന ദൈവവചനത്തെയാണ് അവൻ പ്രസംഗിക്കേണ്ടത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ 3-ാമത്തെ അധ്യായത്തിൽ പ്രവാചകനോട് ദൈവവചനത്തെ എടുത്ത് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവവചനത്തെ, അല്ലാതെ നമ്മളുടെ തലയിലുള്ള വചനത്തെ അല്ല പ്രഘോഷിക്കേണ്ടത്. പഠിച്ചും പരീക്ഷയ്ക്ക് മാർക്കൊക്കെ മേടിച്ച് നല്ല 50-ൽ 50, 100-ൽ 100 ഒക്കെ മാർക്കൊക്കെ മേടിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ആ ചിന്ത വെച്ചുകൊണ്ടല്ല നമ്മൾ പ്രസംഗിക്കേണ്ടത്. മറിച്ച് നാം കേട്ട ദൈവവചനത്തെ ആഴമായിട്ട് ധ്യാനിച്ച് ആ ധ്യാനത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവവചനത്തെ വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ദൈവവചന ശുശ്രൂഷയായിട്ട് മാറുന്നത് എന്ന് പ്രവാചകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ തിരുവചന ഭാഗങ്ങളിലൂടെ. അതുകൊണ്ട് പ്രവാചകന് പ്രവാചകന് പ്രത്യേകമായിട്ടുള്ള റോളുണ്ട്. അത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ജനത്തിന് മുമ്പിൽ വാച്ച്മാൻ ആയിട്ട് നിൽക്കുക എന്നുള്ളത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ, പറയണമെന്നുണ്ടെങ്കിൽ ദൈവവചനത്തെ ആഴമായി ഉൾക്കൊള്ളണം. 3-ാമത്തെ അധ്യായത്തിന്റെ സമാപനത്തിൽ ഈ പ്രവാചകനെ, എസെക്കിയേൽ പ്രവാചകനെ പ്രധാനമായിട്ടും നാവടപ്പിക്കുന്ന ദൈവത്തെ കാണുന്നു. നാവടപ്പിക്കുന്നു. അവിടെ എന്നോടല്ല, നീ വീട്ടിൽ പോയി, 24-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീ വീട്ടിൽ പോയി കതകടച്ചിരിക്കുക. മനുഷ്യപുത്ര, നീ ജനത്തിന്റെ അടുത്തേക്ക് ചെല്ലാതിരിക്കാൻ നീ കയറുകൊണ്ട് വരിഞ്ഞ് കെട്ടപ്പെടും. നിന്റെ നാവിനെ ഞാൻ അണ്ണാക്കിനോട് ഒട്ടിച്ചു നിർത്തും. അവരെ ശാസിക്കാനാവാത്ത വിധം നിന്റെ നാവ് ബന്ധിക്കപ്പെടും. കാരണം അവർ ധിക്കാരികളുടെ ഭവനമാണ്. വളരെയധികം വിരോധാഭാസം തോന്നുന്ന ഒരു വചനഭാഗമാണിത്. ദൈവം പറയുന്നു, നീ അവരോട് സംസാരിക്കാൻ പറയുന്നു. എന്നാൽ ദൈവം തന്നെ അവനെ മൂകനാക്കി മാറ്റുകയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് വരുന്നത്? ഇവിടെ പ്രത്യേകമായിട്ട് ഈ മൂകത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു എക്സൈലിനെ കുറിച്ച് അല്ലെങ്കിൽ വിപ്രവാസ കാലത്തെ കുറിച്ചുള്ള ഒരു പ്രൊഫറ്റിക് സൈനാണ്. മിണ്ടാത്ത അവസ്ഥ. ഇവർ എത്ര പറഞ്ഞാൽ ഇവർ യാത്ര ചെയ്തിരിക്കുന്നു, ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് പോയിരിക്കുന്നു. ഈ പ്രവാസ കാലഘട്ടം അവസാനിക്കുന്നത് എപ്പോഴാണ്? അത് 33-ാം അധ്യായം 21 മുതൽ 22 വാചനഭാഗങ്ങളിലാണ്. ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. 33-ാം അധ്യായം 21, 22 വചനഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കുന്നത് ഇവിടെ നല്ലതായിരിക്കും. ഞങ്ങളുടെ പ്രവാസത്തിന്റെ 12-ാം വർഷം 10-ാം മാസം 5-ാം ദിവസം ജെറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരുവൻ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നഗരം നിബന്ധിച്ചിരിക്കുന്നു. രക്ഷപ്പെട്ടവൻ എന്റെ അടുക്കൽ വന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു. രാവിലെ അവൻ എന്റെ അടുക്കൽ വന്നപ്പോഴും എന്റെ വായ കർത്താവ് തുറന്നിരിക്കുന്നു. എനിക്ക് സംസാരിക്കാൻ ശക്തി ലഭിച്ചു.
പ്രവാസ കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി അത് പ്രവാസ കാലഘട്ടമാണ്. അത്രമാത്രം തീഷ്ണതയുള്ള തീവ്രതയുള്ള കാലഘട്ടമാണ്. അതുവരെ ഇവൻ മിണ്ടുന്നില്ല. ചിലപ്പോൾ ചില പണ്ഡിതന്മാർ പറയുന്നത് എസക്കിയേൽ എന്ന് പറയുന്ന പ്രവാചകൻ, പുരോഹിതൻ, അദ്ദേഹം ഹൗസ് അറസ്റ്റിലായിരിക്കാം. പ്രവാചകൻ ഈ ജനം നിബന്ധിച്ചു കഴിയുമ്പോൾ ആദ്യമേ തന്നെ പിടിച്ച ഒരു വ്യക്തി ആയിരിക്കാം. ബാബിലോൺകാർ ആദ്യമേ തന്നെ ഈ എസക്കിയേൽ പ്രവാചകനെ പിടിച്ച് ബന്ധനസ്ഥനാക്കിയിരിക്കാം. അദ്ദേഹത്തിന്റെ ബന്ധനാവസ്ഥ പൂർണ്ണമായിട്ടും ബാബിലോണിലേക്ക് കൊണ്ടുപോകുന്നത് നഗരം നിബന്ധിച്ചപ്പോഴാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ മുതലാണ് അദ്ദേഹം തന്റെ പ്രവാചക ദൗത്യം ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ തന്നെ ഇതിനകത്ത് നമുക്ക് ഈ വചനഭാഗത്ത് പ്രത്യേകിച്ച് എസക്കേലിന്റെ പുസ്തകത്തിൽ ഏതൊക്കെ സമയത്താണെന്നോ ആരുടെ കാലഘട്ടത്തിലാണെന്നോ ഒന്നും തന്നെ രേഖപ്പെടുത്താത്തതിനാൽ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, ഇത് ഒരു പ്രവാസ കാലഘട്ടം തുടങ്ങുമ്പോൾ പ്രവാചകനായ എസക്കിയേൽ തന്റെ ദൗത്യം ആരംഭിച്ചിട്ടുണ്ടാകാം. അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കിയിരിക്കാം. പ്രവാസ കാലഘട്ടം അതിന്റെ തീവ്രതയിലേക്ക് വരുമ്പോൾ, പ്രവാസത്തിലേക്ക് പോകുന്നതിന്റെ തീവ്രതയിലേക്ക് വരുമ്പോൾ, നഗരം നിബന്ധിച്ചപ്പോൾ അവൻ ആ പ്രിസണിൽ നിന്ന് അല്ലെങ്കിൽ ജയിലിൽ നിന്ന് സ്വതന്ത്രനായി ബാബിലോണിലേക്ക് പോകാം. ആ ബാബിലോണിലേക്ക് പോകുന്ന പ്രവാചകന്റെ സ്വരമാണ് യഥാർത്ഥത്തിൽ എസക്കിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. അപ്പൊ രണ്ട് വചനഭാഗങ്ങൾ കൂട്ടിവായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. 3-ാം അധ്യായത്തിന്റെ 23 മുതൽ 23, 24, 26 വരെയുള്ള വാക്യങ്ങളില് കൊടുത്തിരിക്കുന്ന ഭാഗവും 33-ാം അധ്യായം 21, 22 വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളും തമ്മിൽ കൂട്ടി വായിക്കുമ്പോഴാണ് പ്രവാചകന്റെ റോള്, പ്രവാചകൻ ഏത് സമയത്താണ് പ്രവചിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെയാണ് 1-ാമത്തെ ഭാഗം അവസാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൊക്കേഷനെ കുറിച്ചുള്ള ഭാഗം അവസാനിക്കുന്നത്. വളരെ രസകരമായിട്ടാണ് ഈ വൊക്കേഷൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം വൊക്കേഷൻ നടക്കുന്നത് ബാബിലോൺ എന്ന് പറയുന്ന ദേശത്ത് വെച്ചാണ്. ഇനി ഇതിന്റെ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം, ബാബിലോൺ എന്ന് പറയുന്ന ദേശത്ത് ബാബിലോണിന്റെ പ്രതീകങ്ങള്, പ്രത്യേകിച്ച് അന്നത്തെ കാലത്തുണ്ടായിരുന്ന മിത്തോളജികളുടെ നടുവിൽ ദൈവമായ കർത്താവിന്റെ സാന്നിധ്യം നിലനിന്നുകൊണ്ട് ആ സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യപുത്ര എന്ന് പറയുന്ന സ്വരം കേൾക്കുന്നു. പ്രവാചകൻ ആ സ്വരത്തെ സ്വീകരിക്കുന്നു. പ്രവാചകനോട് പറയുകയാണ്, നീ പോയി മർക്കടമുഷ്ടികളും കഠിനഹൃദയരുമായിട്ടുള്ള ആളുകളോട് പ്രവചിക്കുക. എന്താണ് പ്രവചിക്കേണ്ടത് എന്ന് കൊടുത്തിരിക്കുന്ന കർത്താവിന്റെ വചനത്തെ നീ പ്രവചിക്കുക. ആ വചനത്തെ വായിലേക്കിട്ട് അത് മധുരിക്കുന്ന അനുഭവം പോലെ അത് ഇന്റീരിയറൈസ് ചെയ്ത് ദൈവവചനത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ റോള് പറയുകയാണ്, ഹീസ് എ വാച്ച്മാൻ. വാച്ച്മാൻ എന്ന് പറയുമ്പോൾ അതെന്ത് കാവലായിട്ട് നിൽക്കുകയാണ്. ജനം ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്താൽ, പ്രവാചക ദൗത്യം നിർവഹിക്കാൻ സാധിക്കാതെ പോയാൽ, ജനം തെറ്റ് ചെയ്താൽ ജനത്തിനല്ല ശിക്ഷ കൊടുക്കുന്നത്, പ്രവാചകനായിരിക്കും ശിക്ഷ കൊടുക്കുക. എന്നാൽ പ്രവാചകൻ തന്നെ ദൗത്യം നടത്തിയതിനു ശേഷം ജനം അത് കേൾക്കുന്നില്ല എങ്കിൽ ആ ശിക്ഷ ജനത്തിന് പോകും. നോർമൽ നീതിയാണത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നീട് പറയുന്നു, ഇദ്ദേഹത്തിന്റെ കാലഘട്ടം ഏതാണ്? സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഭാഗങ്ങളൊന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇല്ലാത്തതിന് സ്ഥിതിക്ക് നമുക്ക് പ്രവാചകനായ എസക്കിയേലിന്റെ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ 3-ാം അധ്യായത്തിന്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ മൂകതയെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ കതകടച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ മൂകത നഷ്ടപ്പെടുന്നത് അദ്ദേഹം 33-ാം അധ്യായം 21, 22 വാക്യങ്ങളിൽ നഗരം നിബന്ധിക്കുമ്പോഴാണ്. അതായത് ആ ഇടയ്ക്കുള്ള സമയം അദ്ദേഹം ഹി മേ ബി ഇൻ ദ ഹൗസ് അറസ്റ്റ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അതിനുശേഷമാണ് അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം നടത്തുന്ന 1-2 പ്രൊഫറ്റിക് സിംബോളിക് ആക്ടുകളാണ് പ്രധാനമായിട്ടും 4-ാം അധ്യായത്തിൽ മുതലുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുക. 4 മുതൽ 24 വരെയുള്ള വലിയ ഒരു സെറ്റ് അധ്യായങ്ങൾ, 4 മുതൽ 24 വരെയുള്ള ഏകദേശം 20 അധ്യായങ്ങൾ യൂദാദേശത്തിന്റെ തകർച്ചയെക്കുറിച്ചുള്ള വചനഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് പല രീതിയിൽ പ്രൊഫറ്റിക് സിംബോളിക് ആക്ടിലൂടെ ഒക്കെ അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഇത്. 4 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ. എന്നാൽ 25 മുതലുള്ള അധ്യായങ്ങളെ നമുക്ക് മുതൽ ഏകദേശം 33 വരെയുള്ള അധ്യായങ്ങൾ
ഓറക്കിൾസ് അഗൻസ്റ്റ് നേഷൻസ്, നമ്മൾ എപ്പോഴും പറയുന്ന രാജ്യങ്ങൾക്കെതിരായിട്ട് ദൈവം കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ചുള്ള സൂചനകളാണ്. അതിൻ്റെയൊക്കെ ദൈവശാസ്ത്രം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചതിനാൽ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. 25 മുതൽ 33 വരെയുള്ള അധ്യായങ്ങൾ. എന്നാൽ 34 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളെ പോസ്റ്റ് എക്സീലിക് പീരീഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം അത് റിസ്റ്റോറേഷനാണ്. പല സ്കോളേഴ്സും റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത് 40 മുതലുള്ള അധ്യായങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഞാൻ പ്രധാനമായിട്ടും 34 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളും കൂടി ഇതിനോട് ഞാൻ ചേർത്താണ് പറയുന്നത്. കാരണം റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത് അത് ഒരു പോസ്റ്റ് എക്സീലിക് കൺസെപ്റ്റ് ആണ്. നമുക്കറിയാം, യെശയ്യായുടെ പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 40-ാം അധ്യായം മുതൽ കാണുന്ന ഭാഗങ്ങളെല്ലാം ഇസ്രായേൽ ജനം ബാബിലോൺ പ്രവാസകാലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയത്ത് ഉള്ള വചനഭാഗങ്ങളാണ്. അല്ലാതെ ബാബിലോൺ പ്രവാസകാലത്തിൽ നീണ്ട 50 വർഷത്തെ യാതനകളെ കുറിച്ചല്ല, മറിച്ച് ബാബിലോൺ പ്രവാസകാലത്തിന് ശേഷം അതിന്റെ അവസാന ഘട്ടത്തിൽ ഈ ജനം ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന വിശ്വാസപരമായിട്ടും അതുപോലെ തന്നെ സാമൂഹ്യപരമായിട്ടുമുള്ള ദൈവിക അനുഭവങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ് 40 മുതലുള്ള അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു ജനം ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ, തന്റെ നാട് ഉപേക്ഷിച്ച് പോകുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്? അവർക്ക് നഷ്ടപ്പെടുന്ന രാജ്യത്വം നഷ്ടപ്പെടും, അവർക്ക് നഷ്ടപ്പെടുന്നത് പ്രീസ്റ്റ്ഹുഡ് നഷ്ടപ്പെടും, അതുപോലെ തന്നെ ടെമ്പിൾ നഷ്ടപ്പെടും, അതുപോലെ തന്നെ നേഷൻ നഷ്ടപ്പെടും, ദേവാലയം ഇങ്ങനെയുള്ള എല്ലാ നഷ്ടങ്ങളുമുണ്ട്. ഈ നഷ്ടങ്ങളെ റിസ്റ്റോർ ചെയ്യുകയാണ് പ്രവാചകനായ എസെക്കിയേൽ 34-ാമത്തെ അധ്യായം മുതലുള്ള ഭാഗങ്ങൾ. അതുകൊണ്ട് ഇതിനെ ഒരു റിസ്റ്റോറേഷൻ, 34 മുതലുള്ള 2-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് റിസ്റ്റോറേഷനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ്. ഇതിലൂടെയാണ് യഥാർത്ഥത്തില് പഴയ നിയമത്തിന്റെ കണ്ടന്റ്, ദൈവശാസ്ത്രത്തിന്റെ കണ്ടന്റ് മുഴുവൻ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് 4 മുതലുള്ള 24 വരെയുള്ള അധ്യായങ്ങൾ എങ്ങനെയാണ് ജൂദാദേശം നിബന്ധിച്ചിരിക്കുന്നത്, ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് പോയിരിക്കുന്നത് എന്നതിനുള്ള സൂചനകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും നമ്മൾ വായിക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു 4-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന 1 മുതലുള്ള തിരുവചനങ്ങളിൽ ഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഒരു ദർശനത്തെ കുറിച്ചാണ്. പ്രവാചകനോട് പറയുകയാണ്, നീ ഒരു മതിലിൽ ചെന്നിട്ട് ഒരു കല്ലെടുത്ത് ഒരു പടം വരയ്ക്കുക, ഇസ്രായേലിന്റെ പടം വരയ്ക്കുക, ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തിന് മുഴുവൻ പടം വരയ്ക്കുക, മാപ്പ് വരയ്ക്കുക. അതിൽ 390 ദിവസം നീ ഇസ്രായേൽ എന്ന് പറയുന്ന നോർത്തേൺ ഭാഗത്ത് പോയി കിടക്കണം, 40 ദിവസം നീ ജൂദ എന്ന് പറയുന്ന സദേൺ ഭാഗത്ത് പോയി കിടക്കണം. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തിന്റെ നാശത്തെക്കുറിച്ചും ജൂദ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ദേശത്തിന്റെ നാശത്തെക്കുറിച്ചും അതിനുശേഷം അവർക്കുണ്ടാകുന്ന റിസ്റ്റോറേഷനെ കുറിച്ചുമുള്ള ചിന്തകളാണ് ഈ ഒരു പ്രൊഫറ്റിക് സിംബോളിക് ആക്ടിലൂടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ 390-ഉം 40-ഉം കൂടി കഴിഞ്ഞാൽ 430 വർഷം, ഒരു വർഷത്തെക്കുറിച്ചാണ് പറയുന്നത്. 390-ഉം 40 ദിവസവും കൂടി കഴിഞ്ഞാൽ 430. അത് 430 വർഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രായേൽ ഈജിപ്തിൽ വെച്ച് പ്രവാസികളായിട്ട് പോയതിന്റെ വർഷത്തെയാണ് സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ഈ 430 എന്ന് പറയുന്നത് സോളമൻ രാജാവിന്റെ രാജഭരണത്തോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ 586 എന്ന് കിട്ടും. ഈ 586 ആണ് എന്ന സംഖ്യയാണ് യഥാർത്ഥത്തില് ബാബിലോണിലേക്ക് ഇസ്രായേൽക്കാർ നാട് കടത്തപ്പെടുന്ന വർഷം എന്ന് പറയുന്നത്. എന്നാൽ വീണ്ടും അല്പം കൂടി ചിന്തിച്ചു കഴിഞ്ഞാല് ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് സപ്തജിന്തിലൊക്കെ പറയുന്നത്, സപ്തജിന്ത് എന്ന് പറയുന്ന ബൈബിൾ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ 390 എന്നുള്ളത് 190 BC ആക്കി. അതിനുശേഷം അതിനെ ഇസ്രായേലിന്റെ പതനവുമായിട്ട് ബന്ധപ്പെടുത്തി 722 മൈനസ് 190 എന്ന് പറയുന്നത് 532 BC ആക്കി. ആ 532 എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ അല്ലെങ്കിൽ ജൂദാദേശം പേർഷ്യൻ
രാജാക്കന്മാരുടെ പിടിയിൽ അകപ്പെട്ടപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷമായിട്ടാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഇങ്ങനെ ഈ ഒരു ന്യൂമറിക്കൽ ആയിട്ടുള്ള നമ്പറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രൊഫറ്റിക് സിംബോളിക് ആക്ടിലൂടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ നൂലാമാലകളെ കുറിച്ചും എല്ലാ വശങ്ങളെ കുറിച്ചും പറയാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ചിന്തകൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുക. ഒന്നാമത്തെ ചിന്ത ഇതാണ്: ഇസ്രായേൽ നശിപ്പിക്കപ്പെടും, ജൂദാദേശം നശിപ്പിക്കപ്പെടും എന്നുള്ള ചിന്ത. രണ്ടാമത്, ജൂദാദേശം റിസ്റ്റോർ ചെയ്യപ്പെടും. ഈ രണ്ട് ചിന്തകളാണ്. നശിപ്പിക്കപ്പെടുന്ന ജൂദാദേശം റിസ്റ്റോർ ചെയ്യപ്പെടും. ഈ രണ്ട് ചിന്തകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ പ്രൊഫറ്റിക് സിംബോളിക് ആക്ടിലൂടെ അവതരിപ്പിക്കുന്നത്. വീണ്ടും 4-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങളില് പ്രവാചകനോട് പറയുകയാണ്, നീ കുറച്ച് വീറ്റ് എടുക്കുക, എന്നിട്ട് ബാർലി അപ്പം ഉണ്ടാക്കുക, എന്നിട്ട് തിടുക്കത്തിൽ നീ ഭക്ഷിക്കുക. ഇങ്ങനെയുള്ള ചില പ്രൊഫറ്റിക് സിംബോളിക് ആക്ടുകൾ കാണും. കാരണം തിടുക്കത്തിൽ ഭക്ഷിക്കുക. അതിനുശേഷം പറയുകയാണ്, നീ അതിന്റെ ഒരു പോർഷൻ മാത്രം നീ ഭക്ഷിക്കുക. ഒരു പോർഷനെ നീ ഭക്ഷിക്കാവുള്ളൂ. തിടുക്കത്തിൽ ഭക്ഷിക്കണം, അതൊരു പോർഷനെ നീ ഭക്ഷിക്കാവുള്ളൂ. ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് അത് ബാബിലോൺ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ നിനക്ക് ഫുഡ് കിട്ടാൻ സാധ്യതയില്ലാത്ത സാഹചര്യം വരും. അപ്പോൾ ബാക്കി പോർഷനോട് അതെല്ലാം സൂചിപ്പിക്കുക ബാബിലോൺ പ്രവാസത്തിലേക്ക് ഇസ്രായേൽ ജനം പോകുന്നതിനെ കുറിച്ചാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്ന 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളില് പ്രോഫറ്റ് പ്രവാചകനോട് പറയുകയാണ്, നീ ഒരു റേസർ എടുക്കുക, ഷേവ് ചെയ്യുന്ന റേസർ എടുക്കുക, നിന്റെ തലമുടി ഒന്ന് ഷേവ് ചെയ്യുക, കുറച്ച് തലമുടി നീ ഒരു തീയിലേക്ക് ഇടുക, അത് കത്തി നശിക്കട്ടെ. കുറച്ച് തലമുടി നീ പറത്തിക്കളയുക, കുറച്ച് തലമുടി നിന്റെ പോക്കറ്റിൽ സൂക്ഷിക്കുക. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? കുറച്ച് തലമുടി എടുത്ത് തീയിലേക്ക് ഇടുക, മറ്റു തലമുടി എടുത്ത് പറത്തിക്കളയുക, കുറച്ചെണ്ണം എടുത്ത് സൂക്ഷിക്കുക. ഇസ്രായേലിനുണ്ടാകുന്ന അല്ലെങ്കിൽ ജൂദാദേശത്തിനുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള ബാബിലോൺ പ്രവാസത്തെ കുറിച്ചാണ്. തീയിലകപ്പെടും, നിങ്ങളെ ചിതറിക്കപ്പെടും. എന്നാൽ ഇതാ റിസ്റ്റോറേഷൻ നടക്കുന്നു. സൂക്ഷിച്ചിരിക്കുന്ന ഈ തലമുടി ഒരു ഭാഗം അത് റിസ്റ്റോറേഷൻ, ഇസ്രായേലിന്റെ ജൂദാദേശത്തിന്റെ റിസ്റ്റോറേഷനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് കൊടുക്കുന്നത് 5 മുതൽ 7 വരെയുള്ള ആ അധ്യായങ്ങളിലെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ചില സ്പീച്ചുകളെ കുറിച്ചാണ്. ചില ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ചില തിന്മകളെ, ഇസ്രായേലിന്റെ നിയമങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് പ്രവാചകൻ നടത്തുന്ന ചില സർമൺ അല്ലെങ്കിൽ ചില വ്യാഖ്യാനങ്ങളെ കുറിച്ചാണ് 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ സൂചിപ്പിക്കുക. ഇതാണ് ഒന്നാമത്തെ വിഷൻ നറേറ്റീവ് എന്ന് പറയുന്നത്. 1 മുതൽ 7 വരെ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാമത്തെ വിഷനിൽ കാണുന്ന ഭാഗമാണ് ഇത്. ഒന്നുകൂടെ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രവാചകന്റെ ദൈവവിളിയെക്കുറിച്ചും അതുപോലെ തന്നെ ജൂദാദേശത്തിന് അനുഭവപ്പെടുന്ന തിക്തമായിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ജൂദാദേശത്തെ ദൈവമായ കർത്താവ് റിസ്റ്റോർ ചെയ്യുമെന്നുള്ള ഒരു വലിയൊരു സങ്കല്പത്തെക്കുറിച്ചും കൺസെപ്റ്റിനെ കുറിച്ചും ആണ് പ്രധാനമായിട്ടും ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനം വഴിപിഴച്ചു പോകാൻ, റിബല്യസ് ആകാൻ, മർക്കടമുഷ്ടികളാകാൻ കാരണം ദൈവത്തിന്റെ നിയമങ്ങളോടും അതുപോലെ തന്നെ ദൈവിക കാഴ്ചപ്പാടോടുമുള്ള ബന്ധമില്ലാത്ത സാഹചര്യം, ആ നിയമസംഹിതകളെ ലേവായരുടെ കോഡുകളെ മുഴുവനെയും ഐഡിയോളജിയെ മുഴുവനെയും പ്രതിപാദിക്കുന്ന രംഗമാണ് 5 മുതൽ 7 വരെ കൊടുത്തിരിക്കുന്ന ഒരു വലിയൊരു പ്രഭാഷണത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ വചനഭാഗമായിട്ട് കാണുക. ഇനി രണ്ടാമത്തെ വചനഭാഗം നമുക്ക് അടുത്ത സെഷൻ, 2, 3 വചനഭാഗങ്ങൾ അടുത്ത സെഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതുവരെ നമുക്ക് ഈ വചനഭാഗത്തെ കുറിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.